സെവൻസ് ഫുട്ബോളിലെ പ്ലെയർ ബിഹേവിയറും അടികളെയും കുറിച്ചിട്ടുണ്ട്. ഇത് റെഗുലേറ്റ് ചെയ്യാനായിട്ട് ഏതെങ്കിലും ഓർഗനൈസിംഗ് ബോഡി ഉണ്ടോ എന്നുള്ളത് അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരണ്ട. കാരണം വളരെ മോശമാണ്. വരുന്ന തലമുറയിലുള്ള കുട്ടികൾ കണ്ടുപഠിക്കുന്ന ഒരു സ്പോർട്ടിംഗ് കൾച്ചറാണ് ഇത് എന്നുണ്ടെങ്കിൽ വളരെ ബുദ്ധിമുട്ടായിരിക്കും സ്കൗട്ട് ചെയ്യപ്പെടാനും. കാരണം ഇന്റർനാഷണൽ ലെവലിലേക്ക് നിങ്ങളുടെ ബിഹേവിയർ എങ്ങനെയാണ് ഓൺ ആൻഡ് ഓഫ് ദ പിച്ച് എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ഡ്രസ്സിംഗ് റൂമിന് പറ്റിയൊരു പ്ലെയർ ആണോ, ടീമിനായിട്ട് ഒത്തുചേർന്ന് പോകാൻ പറ്റും, നിങ്ങളുടെ പേഴ്സണാലിറ്റി എങ്ങനെയാണ് എന്നുള്ളതൊക്കെ സ്കൗട്ട്സ് ഒരുപാടധികം ഉറ്റുനോക്കുന്ന കാര്യങ്ങളാണ്. ഞാൻ ഇംഗ്ലണ്ടിൽ ട്രെയിൻ എഫക്റ്റീവിൽ വർക്ക് ചെയ്യുന്ന കാലഘട്ടം അവിടെ സൈമൺ എന്നൊരു കോച്ച് ഉണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞൊരു കഥയാണ്. ആള് നാഷണൽ സ്കൗട്ടാണ്, എക്സ് ചെൽസി വിമൻസ് ഫസ്റ്റ് ടീമിന്റെ കോച്ചാണ്. സോ അത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ട് ഇലീറ്റ് ആയിട്ടുള്ള ഒരാൾ അല്ലെങ്കിൽ സ്കൗട്ട് പറയുന്ന ഒരു കാര്യം, ഒരു പ്ലെയർക്ക് സെലക്ഷൻ കിട്ടി, ടോട്ടനത്തിന്റെ അക്കാഡമിയിലേക്ക് സെലക്ഷൻ വരുന്നു. ആ സെലക്ഷന്റെ എല്ലാ പ്രോസസ്സും കഴിഞ്ഞ് അക്കാഡമി ഓക്കെ എന്ന് പറയുന്ന നിൽക്കെ അവർ ഫൈനലായിട്ട് ബാക്ക്ഗ്രൗണ്ട് ചെക്സ് നടത്തുന്നു. അങ്ങനെ നടത്തിയിട്ട് അദ്ദേഹത്തിന്, അതായത് ആ പ്ലെയർക്ക് സെലക്ഷൻ കിട്ടാതെ വരുന്നുണ്ട്. ആ കാരണം എന്തായിരുന്നു പറഞ്ഞാൽ അന്നത്തെ ക്യാപ്റ്റനായിട്ടുള്ള, ഇംഗ്ലണ്ടിന്റെ ക്യാപ്റ്റനായിട്ടുള്ള ഹാരി കെയ്നെതിരെ ഒരു ട്രോൾ ചെയ്യുന്ന ഒരു പോസ്റ്റ് ഇൻസ്റ്റഗ്രാമിൽ ഷെയർ ചെയ്തതിന്റെ പേരിൽ അക്കാഡമി റിജക്ട് ചെയ്യണം. അപ്പോൾ ആലോചിക്ക്, ഒരു ഗോൾഡൻ ചാൻസ് ആ ഒരു ലെവലിൽ ആ പ്ലെയർക്ക് നഷ്ടമാണ്. സോ സ്കൗട്ടിങ്ങിന്റെ ഇത്രയും അധികം ലെവൽസ് നമ്മൾ കണ്ടുവരുമ്പോൾ നമ്മളുടെ കുട്ടികൾ ഇത് കണ്ടുപഠിക്കുകയും ഇതിനെക്കുറിച്ചിട്ട് ബോധവൽക്കരിക്കപ്പെടാതിരിക്കുകയും ചെയ്യും. അത് ഭയങ്കര കഷ്ടമാണ്. ഇതിനെക്കുറിച്ചൊരു അവയർനെസ് വേണം. ശരിയാണ്, റെഫറിങ് സ്റ്റാൻഡേർഡ്സ് മോശമായിരിക്കാം എന്നുള്ളതായിരിക്കും ഒരു കാരണം പറയുന്നത്. പക്ഷേ റെഫറിങ് സ്റ്റാൻഡേർഡ്സ് മോശമാകുമ്പോൾ അതിന് റെഫറിനെ തള്ളിയിട്ട് കാര്യമില്ല.